ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോൾ ഒരു വെയിലത്ത് പോയി അൽഫമായ കഥയാണ് നിങ്ങളുമായി പങ്കിടാനുള്ളത്. അപ്പോൾ കുറച്ച് ആവശ്യങ്ങൾക്കായി പാലോട് വരെ പോകണമായിരുന്നു. അപ്പോൾ അത്യാവശ്യ കാര്യമായിരുന്നു, അത് മാറ്റി വയ്ക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണ് ഈ വെയിലത്ത് പോകുന്നത്. നല്ല വെയിലുണ്ട്, ഉച്ചയിൽ തന്നെ അടിച്ച് കയറുന്ന വെയിലാണ്. ഒന്നും കാണാൻ പറ്റുന്നില്ല. നല്ല കണ്ണിൽ തന്നെ വെട്ടം അടിക്കുന്നുണ്ട്. അത്രയ്ക്ക് ചൂടും സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. പിന്നെ വനത്തിൽ കൂടെ പോണത് കൊണ്ട് ചെറിയൊരു ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ വനപ്രദേശമാണ്, നമ്മൾ മൈലമൂട് ഏരിയ ആണ്. അപ്പോൾ ഇവിടെയാണ് സുമതി വളവും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾ സുമതി വളവിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ വനത്തിൽ കൂടെയാണ് പോകാനുള്ളത്. പക്ഷേ ഈ ഇതിലെയുള്ളൊരു സഞ്ചാരം അത്ര സേഫ് അല്ല. കാരണം പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ, രാത്രിയൊക്കെ ആണെങ്കിൽ പട്ടീരെയും പന്നീരെയും കാട്ടുപോത്തിൻ്റെയൊക്കെ ശല്യം ഒരുപാടുണ്ട്. ഇപ്പോൾ ചൂട് സമയം കൂടെ ആയതുകൊണ്ട് നല്ല രീതിക്ക് കാട്ടുപോത്തിൻ്റെ ശല്യമുണ്ട്. ഒരുപാട് ആക്സിഡൻറ്റും കാര്യങ്ങളും ഒക്കെ ഈ ഏരിയയിൽ നടക്കുന്നുണ്ട്. പിന്നെ സുമതി വളവിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ സുമതിയൊന്നും കൈ കാണിക്കുന്നതൊന്നും അല്ല, കൂടുതലും കാട്ടുപോത്തൊക്കെ എടുത്ത് ചാടി ആക്സിഡൻ്റ് ആവുന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ചൂട് വെയിലത്ത് നമ്മൾ പാലോട് എത്തിയിട്ടുണ്ട്. അപ്പം ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ട് വന്നതാണ്. പാലോട് കാനറ ബാങ്കിലാണ് വന്നിരിക്കുന്നത്. ബാങ്കാണ് ആ കാണുന്നത്. അപ്പം വണ്ടിയൊക്കെ ഒതുക്കി വെച്ച് ബാങ്കിലോട്ട് കയറി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പണ്ട് എക്സാം എഴുതിയ കാര്യമാണ് ഓർമ്മ വന്നു. ഭയങ്കര ടഫായിരുന്നു, ഒന്നും എളുപ്പമല്ലായിരുന്നു. ഒന്ന് എഴുതുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ പറയും അത് എഴുതണ്ട, ഇത് എഴുതിയാൽ മതി മേഡം എന്ന് പറയും. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എഴുതി കൊടുത്ത് അക്കൗണ്ടൊക്കെ ഓപ്പൺ ആക്കി നേരെ വെള്ളം കുടിക്കാനായിട്ട് വിട്ടു. ഷാർജയും എഗ് പപ്സും ഒക്കെ കഴിച്ചിട്ട് എഗ് സാൻഡ്വിച്ചൊക്കെ കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക്. KVUPS പഴവള സ്കൂളിൻ്റെ അടുത്താണ് വീട് വരുന്നത്. അപ്പം വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. വീട് കണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, ആക്രി കടയും കൂടെ ഉള്ളതുകൊണ്ടാണ് വീട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ബൈ.